താമരശ്ശേരി ചുരത്തിലാണ് ഗതാഗതക്കുരുക്ക് രൂക്ഷമായിരിക്കുന്നത്. മണിക്കൂറുകളോളം വാഹനങ്ങൾ ചുരത്തിൽ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യമാണുള്ളത്. പി ജെ അരുൺ തന്നെയാണ് നമ്മളോടൊപ്പം ചേരുന്നത്. അരുൺ, എന്താണ് ഗതാഗതക്കുരുക്കിന് കാരണം? എന്താണ് സാഹചര്യം അവിടുത്തെ? അക്ഷയ്, നമ്മളിപ്പോൾ അക്ഷയ് ഇപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം, കൊല്ലം ആ ഒരു മേഖല ഉൾപ്പെടുന്ന തെക്കൻ മേഖലയാണ്. ഞാൻ ഇന്നലെ വീട്ടിൽ വിളിച്ചപ്പോഴൊന്നും മഴ ഉണ്ടായിരുന്നില്ല, നമ്മുടെ ആ പ്രദേശത്തൊന്നും മഴ പെയ്യുന്നില്ല. പക്ഷേ കോഴിക്കോട് ഉൾപ്പെടുന്ന മലബാർ പ്രദേശങ്ങളിൽ സ്ഥിതി വ്യത്യസ്തമാണ്. അതിപ്പോഴും യെല്ലോ അലർട്ടിൽ തുടരുന്ന ഒരു സ്ഥിതിയാണ്. തെക്കൻ മേഖലയിലൊന്നും മഴ ലഭിക്കാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ മലബാറിൻ്റെ കിഴക്കൻ മേഖലകളിൽ വലിയ രീതിയിലുള്ള മഴ ലഭിക്കുന്നുണ്ട്. തിരുവമ്പാടി, താമരശ്ശേരി ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ, കുറ്റ്യാടി, പേരാമ്പ്ര പോലുള്ള പ്രദേശങ്ങൾ, കോഴിക്കോടിൻ്റെ അടുത്ത് കിടക്കുന്ന വയനാട് പോലുള്ള ജില്ലകൾ, വയനാട് ജില്ലയുടെ ഈ വനപ്രദേശവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അവിടെയെല്ലാം വലിയ രീതിയിലുള്ള മഴ ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഈ കോഴിക്കോട് ജില്ലയെ വയനാട് ജില്ലയും മറ്റ് കർണാടകയുമായി കർണാടക, തമിഴ്നാട് പോലെയുള്ള അന്യ സംസ്ഥാനങ്ങളുമായി ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട പാതയാണ് നമുക്കറിയാം താമരശ്ശേരി ചുരം. അവിടെയെല്ലാം വലിയ രീതിയിലുള്ള ഒരു മഴ ഇന്ന് രാവിലെ മുതൽ പുലർച്ചെ മുതൽ ആരംഭിച്ച മഴ ഇപ്പോഴും തുടരുന്ന ഒരു സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഈ മഴ നേരത്തെ തന്നെ ഈ ഒരു പ്രവചനത്തിൽ പറഞ്ഞിരുന്നുവെങ്കിലും താമരശ്ശേരി ചുരം വഴിയുള്ള ഗതാഗതത്തിൽ ക്രമീകരണം കൊണ്ടുവരുവാൻ അധികൃതർക്ക് അപ്പോൾ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതിൻ്റെ ഫലമായി രൂക്ഷമായ ഗതാഗതക്കുരുക്ക് ഇന്ന് രാവിലെ പുലർച്ചെ മുതൽ അവിടെ ഈ താമരശ്ശേരി ചുരത്തിൽ അനുഭവപ്പെടുകയാണ്. നമുക്കറിയാം, ആ ദൃശ്യങ്ങളിൽ കാണാം, ചരക്ക് ലോറികളെല്ലാം നീണ്ട നിരയായി കിടക്കുന്ന ഒരു ദൃശ്യം കാണാം. അങ്ങനെയാണെങ്കിൽ നമുക്കവിടെ അതുവഴി യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാം, ഇങ്ങനെ ചരക്ക് ലോറികളെല്ലാം ഒന്നിനു പുറകെ ഒന്നായി കിടക്കുമ്പോഴുള്ള ഗതാഗത തടസ്സം എത്രമാത്രമാണ്. പക്ഷേ ആ ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ കാണാം, ഇത് കർണാടക ഭാഗത്തേക്ക് ചുരം കയറി പോകാനുള്ള ലോറികളുടെ നീണ്ട നിരയാണ്. അപ്പോൾ തന്നെ ഈ ലോറികൾ ചുരം കയറി കിലോമീറ്ററുകൾ കടന്ന് ഏകദേശം ഒരു 10 കിലോമീറ്ററോളം കടന്ന് വൈത്തിരിയിലെത്തുമ്പോൾ ഏകദേശം ഈ ഒരു ഗതാഗത കുരുക്ക് രാവിലെ കഴിഞ്ഞ് ഉച്ചയോടെ നീണ്ടു നിൽക്കാനുള്ള സാഹചര്യമുണ്ട്. എന്തായാലും ഇപ്പോൾ നൽകുന്ന മുന്നറിയിപ്പ് പ്രകാരം താമരശ്ശേരി ചുരത്തിലൂടെയുള്ള അനാവശ്യമായിട്ടുള്ള യാത്രകൾ ഒഴിവാക്കുക. മഴ കാണാൻ വേണ്ടി ആരും താമരശ്ശേരി ചുരത്തിലേക്ക് ഇപ്പോൾ വരേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നൽകുന്ന നിർദ്ദേശം. അതുപോലെ അതിനോടൊപ്പം തന്നെ ഈ ചുരത്തിൻ്റെ പല ഭാഗത്തും മണ്ണിടിച്ചിൽ സാധ്യതയുള്ള മേഖലകളുണ്ട്. അതേപോലെ വീതി കൂട്ടുന്ന പ്രവൃത്തിയുണ്ട്. ഇതെല്ലാം മുൻകൂട്ടി കണ്ടുവേണം യാത്രകൾ പ്ലാൻ ചെയ്യാനുള്ള ഒരു നിർദ്ദേശവും ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. അക്ഷയ്, ശരി, എന്തായാലും താമരശ്ശേരി ചുരത്തിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമായി തന്നെ തുടരുകയാണ്. അപ്പോൾ അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ യാത്രകളൊക്കെ തീരുമാനിച്ചു വച്ചിരിക്കുന്നവർ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. താമരശ്ശേരി ചുരം വഴി പാസ് ചെയ്യാനായിട്ടുള്ളവരൊക്കെ ശ്രദ്ധിക്കുക. എന്തായാലും അവിടെ ഗതാഗതക്കുരുക്ക് രൂക്ഷമാണ്. അതൊക്കെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് യാത്രകൾ തുടരുക എന്നതാണ് പറയാനുള്ളത്.